ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അവിട്ടമാണ്, അവിട്ടം തിരുനാൾ ആണ്. അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും ഇന്നലത്തോടെ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ബാക്കി ഇന്നലെ ഉണ്ടാക്കിയ ആഹാരത്തിൻ്റെയൊക്കെ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഇതാകും. പിന്നെ കഞ്ഞിക്ക് മാത്രം ഇട്ടാൽ മതി. കഞ്ഞി വെച്ചു. പിന്നെ നൊത്തോലി മീനാണ് കിട്ടിയത്. ഇന്ന് കുറേ തുണികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കാനും വീടൊക്കെ വൃത്തിയാക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കോവിലിട്ടതും വീട്ടിൽ ഉപയോഗിച്ചതും അങ്ങനെ ഒരുപാട് തുണികളുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുമുണ്ട്. അപ്പം പൈപ്പിൽ വെള്ളവും ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ അത് നനയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നനപ്പ് പരിപാടിയുമായി ഇറങ്ങി. അങ്ങനെ നനച്ചതെല്ലാം ഒതുങ്ങി തീർന്നിട്ട് കാപ്പിക്ക് അങ്ങനെ ഇന്നലെ ഓണം ആയതുകൊണ്ട് മീൻ വെച്ചില്ല. നമ്മൾ ഓണത്തിന് പ്രത്യേകിച്ച് നമ്മൾ മീനൊന്നും വയ്ക്കാറില്ല. മീൻ, ഇറച്ചി ഇതൊന്നും നമ്മൾ എൻ്റെ വീട്ടിൽ ഞാൻ വയ്ക്കാറില്ല. അപ്പോൾ ആ പരിപാടി ഫുൾ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ മക്കളെല്ലാവരും ഉണ്ടെങ്കിൽ അത് ഏറെ സന്തോഷം. പക്ഷേ ഇനി മക്കളെ രണ്ടുപേരും കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കത് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഓണം അവിടെയാണ്. അപ്പോൾ ഇവിടെ മൂത്തവൾ ഇവിടെ പ്രസവിച്ച് കിടന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യത്തെ ഓണം അവർക്കിവിടെ. അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് കഴിച്ചിട്ട് വൈകുന്നേരമൊക്കെയാണ് അവരിവിടെ വരണത് എല്ലാ ഓണത്തിനും. അപ്പോൾ ഇളയാൾ ഇന്നലെ ഉത്രാടത്തിനുള്ള ഓണത്തിന് എത്തി. അപ്പോൾ അവർക്കുള്ളത് ഇന്നലെ നമ്മളെ വീട്ടിൽ തന്നെ ഉത്രാട ഓണം ഒരുക്കി കോവിലൊക്കെ പോയി ആ വിശേഷങ്ങളുമായി അങ്ങനെ അവരും നല്ല ഹാപ്പി ആയിട്ടാണ് അവരും പോയത്. അപ്പം തിരുവോണം അവരെ വീട്ടിൽ ആഘോഷിക്കും. അപ്പോൾ മൂത്തയാളും മരുമോനും മാത്രമാണ് ഇന്നലെ തിരുവോണത്തിനുണ്ടായി. പിന്നെ അടുക്കളയിൽ നിന്ന് അങ്കത്തട്ടിലേക്ക് കയറി. അപ്പോൾ രാവിലെ ഒരാൾക്ക് പുട്ട് വേണം, മോക്ക് പുട്ട്. അപ്പോൾ ബാക്കി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വെച്ചിരുന്ന മാവുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരു കൊതി തോന്നിയിട്ടാണ് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഭൂരിക്ക് വിരവിയൊക്കെ വെച്ചിട്ട് കിഴങ്ങ് കറി വയ്ക്കാം. ഭൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. വറുത്തല്ല അരയ്ക്കണം. ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് ആദ്യം വേവിച്ചിട്ട് അത് മാറ്റി വെച്ച് നല്ല വെന്ത് നമ്മൾ ഉടച്ചെടുക്കാൻ പരുവത്തിനുള്ള ആ ഒരു വേവ് വേണം. അപ്പോൾ ആ ഒരു വേവിച്ച് മാറ്റി വെച്ചിട്ട് കടുവറുത്ത് സവാള അരിയും. സവാളയും ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം അതിന് കണക്കാക്കി എടുത്താൽ മതി. ഉരുളക്കിഴങ്ങും സവാളയും. അപ്പോൾ കടുവറുത്തിട്ട് പ്രത്യേകിച്ച് കടുവറുക്കുമ്പോൾ വേറെ ഒന്നുമില്ല, സാധാരണ കടുവറുക്കുന്ന പോലെ തന്നെയാണ്. ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വശക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നല്ല ഇതായിട്ട് എണ്ണയിലിട്ട് വശക്കി അതൊന്ന് വശന്ന് അതിൽ തന്നെ ഉപ്പും കൂടെ ഇടണം. അതിനും ആവശ്യത്തിന് കിഴങ്ങിലും ഉപ്പിട്ട് തന്നെ വേവിക്കണം. അപ്പോൾ ഇതിലും ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നല്ല വശക്കി ചുവന്ന പരുവത്തിലെത്തും. അതിന് മുന്നേ തന്നെ 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞ് നെടുകയോ എങ്ങനെ വേണോ കീറി നമ്മളതിൽ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വശങ്ങി അത് ആ ഒരു പച്ചമണമൊന്ന് മാറുമ്പോഴത്തേക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ല വൃത്തി വേവിച്ച് അത് ഉടച്ച് വെക്കണം. അപ്പോൾ അതിന് എടുത്തതിൽ കൂടി തട്ടി നല്ല വൃത്തി ഒന്നിളക്കി ശകലം വെള്ളവും കൂടെ, വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, വെള്ളവും ഒഴിക്കാം, തേങ്ങാപ്പാലും ഒഴിക്കാം. സാധാരണ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലും ഒഴിച്ച് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ല വൃത്തിയായി തിളപ്പിക്കണം. അപ്പോൾ ഈ മുളകും എല്ലാം കൂടെ വെന്ത് നല്ല പാകമായിട്ട് കിട്ടും. അപ്പോൾ ഇതിനെയും കൂടി ഒന്ന് തട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വെള്ളം ശകലം ഒഴിച്ചാണ് ആദ്യം തിളപ്പിക്കുന്നത്. തിളപ്പിച്ചിട്ട് അതൊരു കുറുകിയ പരുവെത്തുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് അത് ഒന്ന് തിളയ്ക്കാൻ പാടില്ല, നല്ല തിളയ്ക്കാൻ പാടില്ല. ഏറ്റവും ഒന്ന് ചൂടായി ഒന്ന് നല്ല വൃത്തി അതുമായി ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. മസാലപ്പൊടി, ഗരം മസാലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇതിൽ കിഴങ്ങിട്ട് വേവിക്കുമ്പം തന്നെ ഉടച്ചെടുക്കുമ്പം തന്നെ അതിൽ കൂടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല മഞ്ഞ കളറിലിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ നല്ല വെള്ളം പോലെയല്ല, കുറുകിയ പരുവത്തിൽ നമ്മളിങ്ങനെ കോരി വെച്ച് അവിടെ നിൽക്കണം. ആ ഒരു പരുവത്തിലാണ് കിഴങ്ങ് വയ്ക്കുന്നത്. അപ്പോൾ അത് കിഴങ്ങ് സ്റ്റൂ എന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് വേറെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഇതിന് പേരറിയാമെങ്കിൽ നിങ്ങൾ തന്നെ പേരിട്ടോളൂ. പക്ഷേ ആ സ്റ്റൂ അതും ഭൂരിയും ഈ കിഴങ്ങ് സ്റ്റൂവും കൂടെ വെച്ചതിന് നല്ല കിട്ടു ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്. ഭൂരി ഉണ്ടാക്കുമെങ്കിൽ കിഴങ്ങ്, ചപ്പാത്തിക്കാരും അതിനും ഈ കിഴങ്ങ് കറിയാണ്, സ്റ്റൂ ആണ് നല്ലത്, അടിപൊളിയാണ്. എന്തായാലും ഒരുപാട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും ഇഡ്ഡലി ദോശ. അപ്പോൾ ഇവൾ വന്നതിന് ശേഷമാണ് ശകലം മാറ്റി പിടിക്കാൻ തുടങ്ങിയത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇഡ്ഡലിയോ എന്തെങ്കിലും രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ പ്രത്യേകിച്ച് നേരം വെളുത്തതിന് ശേഷം ഞാൻ സമാധാനത്തിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ജോലിക്കൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് സമാധാനമായിട്ട് ജോലി ഒക്കെ പതുക്കെ സാവകാശം ചെയ്യാം എന്നുള്ളത്. രാവിലെ 9 മണിയൊക്കെ ആവും, അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പ് കാപ്പിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളവർ. അപ്പോഴേ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 9 മണിയായി. ഇപ്പോൾ ഓണത്തിരക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കണ്ട് ഒന്ന് സഹായിക്കണം. കാരണം ആദ്യം തുടക്കത്തിൽ നല്ല വ്യൂസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയുടെ കുഴപ്പമാണോ, ഇനി ഞാനിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നല്ല നിങ്ങൾ എന്തെങ്കിലും ഇത് അങ്ങനെ കൊള്ളൂല ഇങ്ങനെ കൊള്ളൂല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ഞാനത് മാറ്റി ഓരോന്നും ഞാൻ ശ്രദ്ധയോടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സഹായിക്കണം. അപ്പോൾ ഞാനിതിന് ഈ ഭൂരിക്ക് ഞാൻ എടുത്തത്
ആട്ടമാവാണ്. ആട്ടമാവെന്ന് പറയുമ്പോൾ പിന്നെ ആശീർവാദ ആട്ട, അതാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് നന്നായിട്ട് കിട്ടും. അതിന് ഞാൻ വിരവിയപ്പോൾ തന്നെ ശകലം മുട്ടയുടെ വെള്ള ശകലം അതും കൂടെ ഒഴിച്ചാണ് ഞാൻ വിരവിയത്. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ മുറുമുറാന്നിരിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഭൂരിക്കെടുക്കുന്നത്. ചപ്പാത്തിക്കാണെങ്കിൽ നെയ്യ് ശകലം കുഴയ്ക്കുമ്പോൾ നെയ്യും കൂടെ ഇട്ട് കുഴച്ചാണ് അതിനെ ചപ്പാത്തിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതായാലും അങ്ങനെ. പക്ഷേ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് തരിതരിയായിട്ട് കിടക്കും. എങ്കിലും ഇത് ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഭൂരിക്ക് ഞാൻ മുട്ടയുടെ വെള്ളയും ഒഴിക്കും, ചപ്പാത്തിക്ക് നെയ്യുടെ ശകലം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും ഒരു എനിക്ക്. പക്ഷേ ഭൂരി ഉണ്ടാക്കുമ്പോൾ അത് നല്ല മുറുമുറായിരിക്കണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചുവന്ന പരുവത്തിന് ഞാൻ 2-3 എണ്ണം എനിക്ക് കണക്കാക്കി റെഡിയാക്കി എടുത്തു. അപ്പം നല്ല ചവച്ച് തിന്നാനൊക്കെ എനിക്ക് വേറൊരു കൂട്ടാനില്ലെങ്കിലും ഞാനത് കഴിക്കും. അങ്ങനെ പുട്ട് എൻ്റെ കുട്ടി കുറുമ്പിക്ക് ഞാൻ പുട്ട് കൊടുത്തു, അവളുടെ അമ്മയ്ക്കും പുട്ട് കൊടുത്തു. അപ്പോൾ ബാക്കി ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും വേണമെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിലും എടുത്ത് വെച്ച് കഴിക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൂടെ ഉള്ളവരുടെ ഇഷ്ടമാണ് നമ്മുടെയും ഇഷ്ടം. അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള മക്കളോ ഭർത്താവോ ആരെങ്കിലും കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ, അവർ കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം. മക്കൾക്ക് ഞാനും ഒപ്പം ഇരുന്ന് കഴിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജോലികൾ ബാക്കി കിടന്നാലും അവിടെ കിടക്കട്ടെന്ന് വെച്ച് അവരൊപ്പം ഞാനും ഇരുന്ന് കഴിക്കാം. പ്രത്യേകിച്ചും ഭൂരിയും കിഴങ്ങും എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാപ്പി തന്നെയാണ്. ഞാനത് ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഉപ്പില്ല, ശകലം എരിവ് കുറഞ്ഞു അല്ലെങ്കിൽ ശകലം പുളി കുറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കേൾക്കും. അത് ഞാനതങ്ങ് കാര്യമാക്കില്ല. അടുത്ത് ഞാൻ വരുമ്പോഴത്തേക്ക് ശരിയാക്കി പോകും. മിക്കപ്പോഴും എനിക്ക് ശകലം ഉപ്പാണ് കൂടെ. പക്ഷേ എനിക്കത് കണക്കാണ്, എൻ്റെ വീട്ടിലും കണക്കാണ്. പക്ഷേ മക്കൾക്ക് അവർക്കിപ്പോൾ എന്തോ ഉപ്പ് BP ഒക്കെ കൂടിയത് കൊണ്ടായിരിക്കാം ഉപ്പ് അവർ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഉപ്പ് ഞാൻ വയ്ക്കുന്ന ഉപ്പ് ശകലം കൂടുതലെന്നായിരിക്കും. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ ജീവിതത്തിൽ കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷവും ദുഃഖവും ഒരു ജീവിതമാകുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അപ്പോൾ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തുണി അലക്കൽ പരിപാടിയിലേക്ക് പോകുന്നു. എൻ്റെ ക്യാമറാമാൻ്റെ കുഴപ്പമാണ്, ഈ വെട്ടം എന്തോ അവൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടു. അപ്പോൾ അത് കട്ടാക്കാൻ ഞാൻ പോയില്ല. അപ്പോൾ നല്ലൊരു ഫോണൊക്കെ വാങ്ങിയിട്ട് വേണം എനിക്ക് നല്ലൊരു ഷെയ്ക്കില്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഫോൺ എന്നെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ഒരിത് റീച്ച് ആവുമെങ്കിൽ അങ്ങനെ. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് വേറെ വരുമാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ നല്ലൊരു ഫോൺ, അടിപൊളി ഫോൺ ആദ്യം വാങ്ങാം. എന്നിട്ട് ഷെയ്ക്കില്ലാതെ ഫോൺ എടുക്കാൻ, ഓരോ ഷോട്ടുകളും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാനും ഇപ്പോൾ ചെറിയൊരു സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം കുറ്റങ്ങൾ എൻ്റെല്ലുള്ള ഒരുപാട് കുറ്റങ്ങൾ ഇതിലുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഷെയ്ക്കാവുന്നു, അതാവുന്നു, ഇതാവുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു കുറ്റങ്ങളുടെ കൂമ്പാരമായ സ്റ്റാറായി മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.